Hello friends, welcome to my YouTube channel Yanda's World. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു മാംഗോ ഡ്രിങ്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ മാംഗോ ഡ്രിങ്ക് കേക്ക് ഉണ്ടാക്കാനായി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാത്രമാണ്. ഇതിലേക്ക് നമുക്ക് താഴത്തെ ലെയറായിട്ട് കേക്ക് പീസുകൾ വെച്ച് കൊടുക്കാം. ഇതിനു വേണ്ടി വാനിലയുടെ കേക്ക് പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കേക്ക് പീസിന്റെ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് പാത്രത്തിന്റെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് താഴത്തെ ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കുവാനായി നമ്മൾ ഷുഗർ സിറപ്പിന് പകരം പാലാണ് യൂസ് ചെയ്യുന്നത്. കാരണം പാല് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇതിനു വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചാറിയ പാല് എല്ലാ കേക്ക് പീസിനും മുകളിലേക്ക് നല്ലവണ്ണം സോക്കാകുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സോക്ക് ചെയ്ത കേക്കിലേക്ക് പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്ത മാങ്ങയുടെ പൾപ്പ് അടുത്ത ലെയറായി നമുക്ക് ഇട്ട് കൊടുക്കാം. മാംഗോയുടെ പൾപ്പ് എല്ലാ കേക്ക് പീസിന് മുകളിലൂടെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിട്ട് കടിക്കാൻ കിട്ടും. ഇനി ഈ ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഇത് നല്ലപോലെ സെറ്റായാൽ മാത്രമേ നമുക്ക് അടുത്ത ലെയർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്രീസ് ചെയ്ത ഇതിലേക്ക് നമുക്ക് അടുത്ത ലെയറായി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് മാംഗോയുടെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം മാംഗോ പൾപ്പ് മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീസ് ചെയ്ത ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 4th ലെയർ ആയിട്ടാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ കേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് നല്ലപോലെ ഫ്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഫ്രീസ് ചെയ്ത ഇതിലേക്ക് 5th ലെയറായിട്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോ ഡ്രിങ്ക് കേക്കിലെ ഫൈനൽ ആയിട്ടുള്ള ലെയർ. അപ്പോൾ നമ്മൾ പാൽപ്പൊടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യണ രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഈ കേക്കിന്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് പാൽപ്പൊടി ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.